ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പം നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര മടിയാന്ന് പറയില്ലേ, അപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ എനിക്ക് ചോട്ടാമേല തള്ളയുടെ മുടി പോലെ ആട്ടോ തോന്നുന്നത്. അപ്പം ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ രാത്രി വന്നത്. ഞാനും ഏട്ടനും കൂടി കടയിൽ നിന്ന് വന്ന ശേഷം ഞങ്ങളൊരു മിക്സിയൊക്കെ നോക്കാൻ പോയി. ഞങ്ങളുടെ മിക്സി കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് മിക്സി കംപ്ലൈൻ്റ് ആണ്, അരയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോയി. വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ ഞാൻ അങ്ങനെ കിടന്നു, അതുകൊണ്ട് മുടിയൊന്നും അഴിച്ചില്ല കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് ചായ വെക്കാനുള്ള പരിപാടി കേട്ടോ. ഒരു കട്ടൻ വെച്ചു. പിന്നെ ചോറ് നമ്മൾ നേരത്തെ അടുപ്പത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് ഏട്ടന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ മൂടിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ ചായ ഞങ്ങൾക്ക് 2 പേർക്കും എടുത്തിട്ടുണ്ട്. ഏട്ടനൊന്ന് കൊണ്ടുപോയി കൊടുത്തിട്ടൊന്ന് ശല്യം ചെയ്യണം. ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് ഉറങ്ങണവരൊന്ന് ശല്യം ചെയ്യുമ്പോൾ ഒരു സുഖമല്ലോ. അപ്പോൾ അങ്ങനെ ശല്യമൊക്കെ ചെയ്ത് പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണേ. അങ്ങനെ നമ്മൾ റൈസ് കുക്കറിലേക്ക് നമ്മുടെ ചോറിനെ ഇറക്കി വെക്കാം കേട്ടോ. കാരണം നല്ല വേവുള്ള അരി ആയതുകൊണ്ട് എങ്ങനെയും 1.5-2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാലേ ഇത് വേവത്തുള്ളൂ പോകുമ്പോഴേക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് റൗണ്ട് അടിക്കും. കാരണം നല്ല മഴയൊക്കെ അല്ലേ, ഞങ്ങളുടെ ചെടിക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അടുപ്പിങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ, മഴ ആയതുകൊണ്ട് മൂടി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ താമരയിൽ പുതിയ 3 മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയതെല്ലാം ഞങ്ങൾ വിരിഞ്ഞ് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടക്കും. ഏത് നേരവും മഴയാട്ടോ, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട് സംഭവം. എന്താണെന്നറിയില്ല. ഇനി പീച്ചിങ്ങയാണോ അതുപോലെ തന്നെ കുമ്പളങ്ങയാണോ എന്താണെന്നറിയില്ല. പൂവൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ കായൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ മുളകും കാര്യങ്ങളൊക്കെ നട്ടതൊക്കെ മഴയൊക്കെ പെയ്തപ്പോൾ ഇപ്പോൾ മുരടിച്ച പോലെ ആയിട്ടോ. മുളകൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ പഴയ പോലെ ശ്രദ്ധിക്കാനും ടൈം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ മഴ പെയ്തപ്പോൾ നമ്മുടെ എന്താ അതിനെ പറയുക, ചേമ്പ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെണ്ട, പയറെല്ലാം ഞങ്ങൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ മഴ പെയ്തപ്പോൾ അങ്ങ് ഇതായി. പിന്നെ ഇവിടെ തന്നെ എന്തൊക്കെയൊക്കെ മുളയ്ക്കുന്നുണ്ട്, ഉള്ളിത്തണ്ട്. അതുപോലെ തന്നെ പീച്ചിങ്ങാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നാടൻ ചീരയില്ലേ, ചീര എന്ന് പറഞ്ഞാൽ വേലിച്ചീര, അത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ മഴ പെയ്തപ്പോൾ. പിന്നെ ഞാൻ അകത്തേക്ക് പോന്നു. ഇനി പണിയും കാര്യങ്ങളുണ്ടല്ലോ, സ്പീഡിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ചിയാ സീഡില്ലേ, അത് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഞാനൊരു ഇച്ചിരി കഴിക്കാറുള്ളൂ, ഏട്ടനും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, കപ്പക്കറി ആക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ഇപ്പോഴും വായിന്ന് പോവാത്തൊരു ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഗോതമ്പ് പുട്ടും കപ്പക്കറിയും. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും കപ്പക്കറി, അതിങ്ങനെ ചുമപ്പ് കളറിലായിരിക്കും. എന്നുവെച്ചാൽ മുളക് പൊടിയാണ് ഇടാറുള്ളത്. ഇവിടെ നമ്മൾ ചുമപ്പ് കളറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ മഞ്ഞ കളറിൽ ഉണ്ടാക്കുക. കാരണം ഏട്ടന് മുളക് പൊടി ഇടുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ് വായിൽ നിൽക്കാമെന്ന് പറയില്ലേ. കുക്കറിൽ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട്, അതങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വാഴയുടെ കൂമ്പിരിപ്പുണ്ട്, അത് നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം എന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വേഗം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കുറേ ഇങ്ങനെ പൊളിക്കണം. അവസാനം കണ്ടില്ലേ, ഇത്രയും പൊളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അരിയാൻ ഇഷ്ടമല്ല, കാരണം കയ്യിൽ നിറയെ കറയാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് തോരനാക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ചിലർ ചെറുപയറൊക്കെ ഇട്ട് വെക്കും, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കഴിച്ചിട്ടുണ്ട് ഞാൻ ഓരോ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു സാധനം ചെറുപയറൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി ഇങ്ങനെ എടുക്കും, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കണമല്ലോ. എന്നിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഞാനതിൽ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഉഴുന്നിടുന്ന സെറ്റപ്പൊക്കെ എനിക്ക് ഏട്ടൻ പറഞ്ഞു തന്നതാട്ടോ. എല്ലാ കറിയിലും ഇങ്ങനെ ഉഴുന്നിടുന്നത്, ഇങ്ങനെ വറവിടില്ലേ അതിനൊക്കെ ഇങ്ങനെ ഉഴുന്നിടും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ സവാളയും അതുപോലെ തന്നെ മുളകും പിന്നെ വേപ്പിലയും വെളുത്തുള്ളിയും ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മുളക് പൊടി ഇടൂല കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് സവാള വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചില്ലേ, അത് നമ്മൾ ഒരു അരിപ്പയിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി കിട്ടും. ഇത് നന്നായിട്ട് വാടി വരൂലേ, അപ്പോൾ കുറച്ച് നാളികേരവും കൂടി അങ്ങോട്ട് ചിരകി ഇട്ട് കൊടുക്കുക. സംഭവം അടിപൊളിയായിരിക്കും. വാഴയുടെ കൂമ്പും ഇഷ്ടമാണ്, പിണ്ടി ഇഷ്ടമാണെന്ന് പറയില്ല, അതും ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇതിങ്ങനെ വെള്ളം വാരാൻ വേണ്ടി വെക്കുക. അപ്പം നന്നായിട്ട് വാടി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇതിങ്ങനെ ഒട്ടിയ പോലെ ഇരിക്കൂലേ, എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമ്മൾ ആ കറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കറി നമ്മുടെ കിഴങ്ങ് കറിയാണ്. കിഴങ്ങ് കറിക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം ഉഴുന്നും കൂടി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രോട്ടീസ് ആട്ടോ. പ്രോട്ടീസ് നമ്മുടെ RCMൻ്റെ പ്രോഡക്റ്റ് ആട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ. ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഞങ്ങൾ വാങ്ങണത് ഭാസ്കരൻ ചേട്ടൻ്റെ കടയിൽ നിന്നാട്ടോ. ഏട്ടൻ്റെ കൂടെ പൂജക്കൊക്കെ പോകാറുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ആളുടെ കടയിൽ ഈ സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഇറച്ചിക്കറി എന്ന് പറയില്ലേ, അപ്പം നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു സോയാബീനേക്കാൾ ടേസ്റ്റാണെന്ന് തോന്നുന്നു ഈ പ്രോട്ടീസ്. പിന്നെ നമ്മൾ രാവിലത്തെ ടൈമിൽ ഞാൻ കുറച്ച് നേരം വാർത്തയും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വാർത്തയും കാണും, നമ്മളുടെ അതിൻ്റെ ഇടയിൽ അടുക്കളയിലെ പണികൾ നടക്കും. അങ്ങനെ വാലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പേപ്പറാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും നനഞ്ഞു പേപ്പർ. എന്നും നനയിൽ തന്നെയാണെന്ന് അറിയില്ല. അങ്ങനെ പേപ്പർ എടുത്ത് തിണ്ണയിലെടുത്തിട്ടിട്ടുണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അകത്ത് പോയിട്ട് കുറച്ച് നേരം വാർത്തയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പക്ഷെ ഭയങ്കര വിഷമം തോന്നുന്നു. ആ വിമാനാപകടത്തിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടേ അത് കാണുമ്പോൾ വിഷമമാണ്. ഓരോരുത്തരുടെ ഇത് എന്തൊക്കെ സംഭവങ്ങൾ ഓരോ ദിവസം വാർത്തയിൽ കാണുന്നത്, പേടിയാവാന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വാർത്തയൊക്കെ കണ്ടെങ്കിൽ വീണ്ടും അടുക്കളയിലേക്ക് പോയി. എനിക്ക് പുട്ടൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിന് ആവിക്ക് വെച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടോ. ഞാൻ പ്രോട്ടീസ് അതിൻ്റെ ഇടയിൽ കറി വെച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പോയി കുളിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ അടുക്കളയിൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകണമല്ലോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ അപ്പം പാത്രങ്ങളൊക്കെ കഴുകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ പിന്നെ നമുക്കൊരു ലോഡായിരിക്കും കഴുകാനും ഇതാക്കാനും. പിന്നെ അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു വാരലും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇന്ന് അലക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ അലക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം പോകും കേട്ടോ. അങ്ങനെ ഞാൻ കുളിക്കാൻ പോവാം കേട്ടോ. കുളിക്കാൻ പോകുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേക്കുകയാണ്. ശരിക്കും പതിവില്ല കേട്ടോ എണ്ണ തേക്കലൊന്നും. 2-3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ എണ്ണ തേക്കിച്ചുള്ള കുളിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ പാൽ ചായ വെച്ച് ഇനി ചായ കുടിക്കണ്ട. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. വിശപ്പൊക്കെ ആയി. അങ്ങനെ നമ്മുടെ ചിയാ സീഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കഴിച്ചോട്ടെ. ഏട്ടൻ കഴിച്ചിട്ട് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാൽ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ പകുതി തിന്ന് കഴിഞ്ഞു. അപ്പോഴേക്കാണ് ഞാൻ ചായ കുടിക്കാതിരിക്കുന്നത്. അങ്ങനെ പൊടിഞ്ഞ പുട്ടൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ റെഡി ആവണം കേട്ടോ. കാരണം ഒരുപാട് ടൈം വൈകിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ. പിന്നെ ഞാൻ വേഗം തന്നെ മോയ്സ്ചറൈസറൊക്കെ തേച്ച് പിന്നെ ഫൗണ്ടേഷൻ ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ ഇന്ന് ചോദിക്കുകയാണ് ഇതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ സാധനമാണോ ഉപയോഗിക്കുന്നതെന്ന്. കാരണം ഏകദേശം 1 വർഷം ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മൈഗ്ലാമിൻ്റെ ഏട്ടൻ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ഫൗണ്ടേഷനാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ കടയിലേക്ക്. അപ്പോൾ ചോറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും ചോറൊക്കെ കേട്ടോ കൊണ്ടുപോവുക. നല്ല കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ചോറൊക്കെ കൂടുതൽ കഴിക്കും. പക്ഷെ കൊണ്ടുപോകുന്ന ചോറ് മുഴുവനും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. കാരണം വില കൂടിയ അരിയാണ്, നമ്മൾ കളയാൻ പാടില്ലല്ലോ ഭക്ഷണം. പിന്നെ ഒലത്ത് അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ ഞാൻ ഇതുപോലെ ചോറിൻ്റെ മീതെ വെച്ച് കൊടുക്കും. കാരണം 2 പാത്രം കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ വേറൊരു കറി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടീസ്, അത് ഇതാണ്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ശരിക്കും ഇറച്ചിക്കറിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇറച്ചിയല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻകാർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണോട്ടോ നിങ്ങൾ ഈ സംഭവം. അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ചു. ബാഗിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. പോവാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ മുറുകിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി പോവാനായിട്ട് നമ്മൾ കോട്ടിടാമെന്ന് വിചാരിച്ചു. കാരണം ഒരു രക്ഷയില്ല, മഴ തോരും എന്ന് വിചാരിച്ചിട്ട് മഴ തോരണമൊന്നുമില്ല. മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടിട്ടപ്പോൾ പണി കിട്ടിയെന്ന് പറയാം. തിരിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്നൊന്ന് വീഴാൻ പോയി. രാവിലെ ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിലാട്ടോ പോയത്. ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ചെറായിലെത്താറായപ്പോഴേക്കും ഞാൻ എണീറ്റ പാടെ തന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. എനിക്കാണെങ്കിൽ പിടുത്തവും കിട്ടിയില്ല. ബാക്കിലേക്ക് അങ്ങ് തലയിടിച്ച് വീഴാൻ പോയി. പക്ഷെ ഭാഗ്യത്തിന് പെട്ടെന്ന് വീണില്ല. ഞാൻ ഒന്നും പറ്റിയില്ല എനിക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ നാണം കേട്ട് പോയി. കാരണം എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് വേഗം ഇറങ്ങിപ്പോന്നു എന്ന് പറയാം. അപ്പോൾ ഇനി ഞാൻ ആ ബസ്സിൽ കയറൂല എന്ന് പറയില്ല, എനിക്ക് പേടിയായിപ്പോയി. അങ്ങനെ നമ്മളിത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട്.
നനഞ്ഞ് കുളിച്ചാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ വന്ന വഴിക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏട്ടനാണെങ്കിൽ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഏട്ടൻ്റെ ഫ്രണ്ട് റിജേഷിനെ കണ്ടിട്ടോ. അപ്പോൾ അയാൾ ഈ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളായിട്ട് സംസാരിച്ച് നിൽക്കുകയാണേ. പിന്നെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് നന്നായിട്ട് തലയൊക്കെ ഒന്ന് തുടച്ചു, കാരണം നനഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മിറർ ഒരു ഒരാഴ്ചയ്ക്ക് മേലായിട്ടുണ്ടാവും കേട്ടോ വെച്ചിട്ട്. നമ്മുടെ നിതിൻ ചേട്ടൻ, ഏട്ടൻ്റെ കൂട്ടുകാരൻ നിതിൻ ചേട്ടനാട്ടോ ഞങ്ങൾക്കിത് സെറ്റ് ചെയ്തൊക്കെ തന്നു. പഴയൊരു മിററായിരുന്നു കേട്ടോ. വീട്ടിൽ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് 1 വർഷത്തോളം കിടന്നിരുന്ന ഒരു മിററാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയമൊക്കെ പോയി. പിന്നെ ഉച്ചയായപ്പോഴേക്കും നേരത്തെ തന്നെ ഫുഡ് അടിക്കാനിരുന്നു കേട്ടോ. മാങ്ങാച്ചമ്മന്തി, മുട്ട വറുത്തത്, പയർ, ഇതൊക്കെയായിരുന്നു ചേച്ചിയുടെ കറികൾ. എനിക്ക് പിന്നെ ഞാൻ കൊണ്ടുപോയ കറികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ. താഴത്തെ പെൺകുട്ടി ഉണ്ടാവാറുണ്ട് കടയിൽ. പക്ഷേ ഇന്ന് അവൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച ഉടനെ നമുക്ക് ഗാദിയുടെ ഒരു കട താഴെയുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, നമുക്ക് കർട്ടൻ തയ്ച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അതും ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.